നിരവധി കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും UI ചേഞ്ചുകളും കൊണ്ടുവന്നിട്ടുള്ള ആപ്പിളിൻ്റെ എക്കാലത്തെയും വൺ ഓഫ് ദ ബെസ്റ്റ് റിലീസുകളിൽ ഒന്നാണ് iOS 18 എന്നുള്ളത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള റാഡിക്കൽ ചേഞ്ചസുകൾ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആപ്പിളിൻ്റെ സ്റ്റോക്ക് ആപ്ലിക്കേഷനിൽ ഒന്നാണ് ഫോട്ടോസ് ആപ്പ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ iOS 18 റൺ ചെയ്യുന്ന ഡിവൈസുകളിൽ നിങ്ങൾ യൂസേഴ്സ് ശ്രദ്ധിക്കാതെ പോയ അറിയാതെ പോയിട്ടുള്ള നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റം വരുത്തേണ്ട ഫോട്ടോസ് ആപ്പിലെ ചില കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. iOS 18 ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ ലേശം കൂടിപ്പോയോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫോട്ടോസ് ആപ്പ്. അതിൻ്റെ കാരണം ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. കാരണം ഇതിൻ്റെ പ്രീവിയസ് റിലീസുകളിൽ ഒന്നും തന്നെ നമ്മൾ കാണാത്ത വളരെ ക്വിക്കായിട്ടുള്ളൊരു ചേഞ്ച് ആയിരുന്നു iOS 18 ഫോട്ടോസ് ആപ്ലിക്കേഷനിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്ന വ്യൂ, ആ വ്യൂവിൽ തന്നെ 2 സെക്ഷനായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഏറ്റവും മുകളിലുള്ളത് നമുക്ക് ഫോട്ടോ ലൈബ്രറിയാണ്. അതാണ് നമുക്ക് ഈ കാണുന്ന ഇവിടം വരെ കാണുന്ന ഫോട്ടോ ലൈബ്രറി. താഴെ നമുക്ക് ഈ ഒരു പോർഷനിൽ കാണുന്നതാണ് അഡീഷണൽ ഓപ്ഷൻസ്. അതിൽ നമുക്ക് ഫോട്ടോസ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. ഇതുവരെ ഉള്ള പോലെയല്ല, മൊത്തത്തിൽ ഒരു അഴിച്ചുപണി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ടോപ്പിൽ നിന്ന് തുടങ്ങാം. ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം ഫോട്ടോസ് ആപ്ലിക്കേഷൻ്റെ ആയിട്ട് ടൈറ്റിൽ ഹെഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഐറ്റംസ് എന്നുള്ളത് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഫോട്ടോ, വീഡിയോ, സ്ക്രീൻഷോട്ട്, വീഡിയോസ് എല്ലാം കൂടെ ചേർത്ത് എത്ര ഐറ്റംസ് ഉണ്ട് എന്നുള്ളതിൻ്റെ കാൽക്കുലേഷനാണ്, ടോട്ടൽ കാൽക്കുലേഷനാണ് അവിടെ കാണിക്കുന്നത്. അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഒരു സെർച്ച് ബാർ, സെലക്ട് ബട്ടൺ, പിന്നെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ. ഇതുപോലത്തെ പ്രൊഫൈൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് നമ്മുടെ ആപ്പ് സ്റ്റോറിലാണ്. ആപ്പ് സ്റ്റോറിൽ നമുക്കറിയാം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ ഫോട്ടോസ് ആപ്പിലും ഇപ്പോൾ അതുപോലത്തെ ഒരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൊഫൈൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം എത്ര ഫോട്ടോസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട് എന്നുള്ള കാര്യം അവിടെ സ്പ്ലിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഷെയർ വിത്ത് യു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഈ ഷെയർ വിത്ത് യു എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കറിയാം സെറ്റിംഗ്സിൽ iCloud ഫോട്ടോയുടെ സെറ്റിംഗ്സിനകത്ത് ഫോട്ടോസ് എന്ന് പറയുന്ന ഓപ്ഷനകത്താണ് നമ്മൾ ഷെയർഡ് ലൈബ്രറി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് പ്രൊഫൈലിനകത്ത്, നമ്മുടെ ഫോട്ടോ ലൈബ്രറിക്കകത്തുള്ള പ്രൊഫൈലിനകത്ത് നിന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവിടെ നിന്ന് താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഹിഡൻ ആൽബം. ഈ ഹിഡൻ ആൽബം അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ പ്രീവിയസ്ലി നമ്മൾ സെറ്റിംഗ്സിൽ ഫോട്ടോസിൻ്റെ സെറ്റിംഗ്സിനകത്ത് പോകുമ്പോഴായിരുന്നു നമ്മൾ ആക്സസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നുള്ളത് വ്യൂ ഓപ്ഷൻസ് ആണ്. അതിൽ 3 എണ്ണമാണ് കൊടുത്തേക്കുന്നത്. ഓട്ടോ പ്ലേ, മോഷൻ, ലൂപ്പ് വീഡിയോസ്, അതായത് ബാക്ക് ആൻഡ് ഫോർത്ത് ബൗൺസ് ചെയ്യുന്ന വീഡിയോസ്, അതുപോലെ തന്നെ ഗിഫ് ചെറിയ വീഡിയോസൊക്കെ നമ്മൾ സേവ് ചെയ്യുന്നത് അത് ഓട്ടോ പ്ലേ ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് HDR വീഡിയോസ്. HDRൽ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അറിയാം നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ്സിലേക്ക് നമ്മുടെ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ പോകും. അങ്ങനെയാണ് അത് പ്ലേ ചെയ്യുന്നത്. സോ അത് അങ്ങനത്തെ കണ്ടന്റ് പ്ലേ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് തന്നെ അത് തീരുമാനിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഉള്ളത് ഫീച്ചേർഡാണ്. ഇത് വർക്ക് ചെയ്യുന്ന മെഷീൻ ലേണിങ്ങിൻ്റെ സഹായത്തോടാണ്. അത് കൊടുത്തിട്ടുണ്ട് അലൗ ഫീച്ചേർഡ് ഫോട്ടോസ് ആൻഡ് മെമ്മറീസ് ടു ഓട്ടോമാറ്റിക്കലി അപ്പിയർ ഓൺ ദി ഡിവൈസ്. അതായത് ഈ ഫീച്ചേർഡ് കണ്ടന്റ് എന്ന് പറയുന്നത് മെഷീൻ ലേണിങ്ങിൻ്റെ സഹായത്തോടെ മനസ്സിലാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ഫോട്ടോസും അതുപോലെ മെമ്മറീസും ഓട്ടോമാറ്റിക്കലി ഡിവൈസ് ഡിസ്പ്ലേ ചെയ്യും. അതാണ് ഫീച്ചേർഡ് കണ്ടന്റ്. അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്യാനും. പിന്നെ ഉള്ളത് റീസെറ്റ് ചെയ്യാനുള്ള 2 ഓപ്ഷൻസ് ആണ്. അതിൽ കാണാം റീസെറ്റ് മെമ്മറീസ് എന്ന് പറഞ്ഞ പുതിയ ഫീച്ചർ ആപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പീപ്പിൾ ആൻഡ് പെറ്റ് സജഷൻ, നമ്മളെടുക്കുന്ന ഫോട്ടോസിൽ നിന്ന് ആൾക്കാരെ ക്യൂറേറ്റ് ചെയ്തിട്ട് ആരാണിത് അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ ഇത്ര ഓപ്ഷൻസ് ആണ് ഈ ഒരു പ്രൊഫൈലിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെയുള്ള രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ആണ്. സെലക്ട് നമുക്കറിയാം നോർമലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഫോട്ടോസ് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ താഴത്തേക്ക് 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് ഈ 3 ഡോട്ടാണ്. അതിൽ നിങ്ങൾക്ക് കാണാം കോപ്പി, ഫേവറേറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്, ഹിഡൻ അങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാനിവിടെ വാൾപേപ്പേഴ്സ് 2-3 സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനൊരു സ്പെഷ്യൽ ആൽബം ഉണ്ട്, അതിലേക്ക് ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യണോ എന്നുള്ളൊരു സജഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഉള്ളത് സെർച്ചാണ്. ഇവിടെ തന്നെ 3 സജഷൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ലൈബ്രറിയിലുള്ള ഫോട്ടോസിൻ്റെ ബേസിസിലാണ് ഈ സജഷൻസ് കൊടുക്കുന്നത്. ഇപ്പം കുമരം ഇൻ സമ്മർ, സ്വിമ്മിങ് ലാസ്റ്റ് ഇയർ അങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ ഏതെങ്കിലും ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്വിം ചെയ്തേക്കുന്നതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് നിങ്ങളിങ്ങനെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള സജഷൻസും അതിന് എത്ര ഫോട്ടോസ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഈ സജഷനിൽ തന്നെ കാണാൻ സാധിക്കും. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ 60% നിങ്ങൾക്ക് കാണാം ഇവിടെ ഫോട്ടോ ലൈബ്രറി ആയിട്ടാണ് കവർ ചെയ്തേക്കുന്നത്. താഴെ ബാക്കിയുള്ള 40% ആണ് അഡീഷണൽ ഓപ്ഷൻസ് വന്നേക്കുന്നത്. ഇത് താഴത്തേക്ക് നിങ്ങൾ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫുൾ സ്ക്രീനിൽ ആ ഒരു ഫോട്ടോസ് മൊത്തത്തിൽ കവർ ചെയ്തേക്കുന്നത്. നമ്മൾ നേരത്തെ എങ്ങനെയാണോ കണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ കവർ ചെയ്തേക്കാൻ കാണാൻ സാധിക്കും. പക്ഷേ താഴത്തെ UI ചെറിയ ചേഞ്ച് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഓള് കാണാം. പിന്നെ ഉള്ളത് മന്ത്, ഇയർ. ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്യൂറേഷൻ അല്ലെങ്കിൽ ഫോട്ടോസ് നമുക്ക് ക്യൂറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിന് ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു ആരോ കാണാൻ സാധിക്കും. അതാണ് ഫിൽട്ടർ. ആ ഒരു ഫിൽട്ടർ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സോർട്ട് ബൈ റീസെൻ്റ്ലി ആഡഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡേറ്റ് ക്യാപ്ചർ, അതാണ് നമുക്ക് വളരെ പ്രധാനം. ഈ ഒരു ഫിൽട്ടർ ഓപ്ഷൻ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ
നമ്മൾ നേരത്തെ എവിടെന്നെങ്കിലും ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഫോട്ടോസോ അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും കോപ്പി ചെയ്തെടുക്കുന്ന ഫോട്ടോസ് നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോയുടെ ടൈം അനുസരിച്ച് അല്ലെങ്കിൽ ഡേറ്റ് അനുസരിച്ച് ചിലപ്പം നമ്മുടെ ഫോട്ടോ ലൈബ്രറിയിൽ സ്കാറ്ററായി കിടക്കാം. നമ്മൾ ഏറ്റവും താഴെ വന്ന് ഇത് സേവ് ചെയ്തതിന് ശേഷം താഴെ വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ആ ഫോട്ടോ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഈ ഒരു ഫിൽട്ടർ ഓപ്ഷൻ ഉപയോഗിക്കാം. അതിൽ നിങ്ങൾ മാറ്റി കൊടുക്കേണ്ട ഓപ്ഷൻ ഇതാണ്, സോർട്ട് ബൈ റീസെൻ്റ്ലി ആഡഡ്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ വന്ന് കടന്നോളും. അതുകൊണ്ട് നിങ്ങൾ തപ്പി പോകേണ്ട ആവശ്യമില്ല, ഡേറ്റ് അനുസരിച്ച് അത് സോർട്ട് ആകത്തില്ല. അതിന് പകരം അത് റീസെൻ്റ്ലി ആഡഡ് എന്ന് പറഞ്ഞ സ്പേസിലേക്ക് താഴെ വന്ന് കടന്നോളും. വളരെ എളുപ്പം തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെയുള്ള താഴെ ഫിൽട്ടർ ഓപ്ഷനാണ്. ഫിൽട്ടറിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കണം, എളുപ്പം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്ര ഓപ്ഷൻസ് ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ സെലക്ഷനിൽ വന്നിരിക്കുന്ന കുറച്ച് മാറ്റങ്ങളാണ്. നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ, ഒരു ഫോട്ടോയിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ സംസാരിക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഡിറ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന സെറ്റിംഗ്സിൽ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ UI കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. താഴെ നിങ്ങൾക്ക് പ്രിവ്യൂ കാണാൻ സാധിക്കും ചെറുതായിട്ടുള്ള രീതിയിൽ. ആ പ്രിവ്യൂവിൽ സ്വിപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓരോ ഫോട്ടോസും നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ താഴെയായിട്ട് മറ്റ് 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ ഷെയർ ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്, ഷെയർ ഷീറ്റിലേക്ക് പോകാൻ സാധിക്കും. പിന്നെ ഇത് ഡിലീറ്റ് ഓപ്ഷനാണ്. എന്നാൽ നടുക്കുള്ള ഈ 3 ഓപ്ഷൻസ് ഇത് നമുക്ക് ഫേവറേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഹാർട്ടിൻ്റെ സിമ്പിളാണ്. അതുപോലെ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഈ ഒരു ഫോട്ടോയുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ലൊക്കേഷൻ ഇൻക്ലൂഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതും പ്രീവിയസ്ലി അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ എഡിറ്റ് ഓപ്ഷനിൽ ആപ്പിൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ എഡിറ്റ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം iPhone 16 Pro അല്ലെങ്കിൽ 16 സീരീസിൽ മാത്രമാണ് ആപ്പിൾ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊണ്ടുവന്നത്. അതാണ് ഈ ഒരു ഓപ്ഷൻ, സ്റ്റൈല്. അതിൽ നമുക്ക് സ്റ്റൈലുകൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 15 Proയിലാണ്. ഇതിൽ 15 Proയിലും ആപ്പിൾ ഈ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റൈൽ ഓപ്ഷൻ നമുക്ക് ഒരിക്കലും ക്യാമറ ആപ്ലിക്കേഷനിൽ നിന്ന് കാണാൻ സാധിക്കുക അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇവിടെ നിങ്ങൾ ഈ ഒരു ഫോട്ടോസിൻ്റെ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ 4 സ്റ്റൈലുകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 5 സ്റ്റൈലുകൾ മാത്രമേ ഉള്ളൂ. അത് iPhone എനിക്ക് തോന്നുന്ന 14 മുതലേ അല്ലെങ്കിൽ 13 മുതലേ നമുക്ക് ഈ ഒരു ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവൈലബിൾ ആണ്. ആ സ്റ്റൈൽ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഒരു സ്റ്റൈൽ iPhone 16 സീരീസിൽ ആപ്പിൾ കൊണ്ടുവന്ന ആ സ്റ്റൈൽ ഓപ്ഷൻ ഈ ഒരു ഫോട്ടോസ് ആപ്പിനകത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എഡിറ്റ് ഓപ്ഷനിൽ നിങ്ങൾ കാണാം എന്തൊക്കെ സ്റ്റൈൽ ഓപ്ഷൻസ് ആണോ iPhone 16 അതെല്ലാം തന്നെ ഇവിടെയും പ്രസൻറ്റഡ് ആണ്. നമുക്ക് ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും എഡിറ്റ് ഓപ്ഷനിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ, എല്ലാ സ്റ്റൈലുകളും നിങ്ങൾക്ക് ഓപ്ഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏറ്റവും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ടോണ്, കളറ്, പാലറ്റ്, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്. ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം റീസെറ്റ് ആവുന്നതുമാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, സ്റ്റാൻഡേർഡ് ഓപ്ഷൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, സ്റ്റാൻഡേർഡ് ആണ് സെൻട്രൽ ഉള്ളത്. സ്റ്റാൻഡേർഡ് ഓപ്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നമ്മുടെ സ്കിൻ ടോണൊക്കെ കുറച്ചും കൂടെ പോപ്പപ്പ് ആക്കി വെക്കാൻ പറ്റുന്ന അടിപൊളി ടോൺ ഓപ്ഷൻസ് ഉള്ളത് ഈ ഒരു റോസ് ഗോൾഡ്, ആംബർ, റോസ് ഗോൾഡ് ഓപ്ഷൻസിലാണ്. അടിപൊളി സ്കിൻ ടോണുകൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഓപ്ഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു സ്റ്റാൻഡേർഡിന് തന്നെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പം നമുക്ക് ഓവറോൾ ഫിൽട്ടർ രീതിയിൽ, നേരത്തെ നമുക്ക് വിവിഡ് ഫിൽട്ടർ അങ്ങനെയുള്ള ഫിൽറ്റേഴ്സ് ഉണ്ട്. ആ ഒരു ഫിൽറ്റേഴ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് കളറ് അഡ്ജസ്റ്റ് ചെയ്യാൻ, ആ ഒരു മൂഡി ഫീലൊക്കെ കൊണ്ടുവരാൻ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. iPhone 15 Pro, അതായത് ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളിലാണ് നമുക്ക് ക്ലീനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലീനപ്പ് എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും എഡിറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സംഭവം അവിടെ നിന്ന് വാനിഷ് ആകുന്നതായിരിക്കും. അങ്ങനെ വാനിഷാക്കി. അതുപോലെ തന്നെ നമുക്ക് എന്ത് കാര്യങ്ങളും റീസെൻ്റ്ലി നമുക്ക് ഇവിടെ ഈ ഒരു എനിക്ക് ക്യാമറ ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അവിടെ നിന്ന് വാനിഷ് ചെയ്ത് കളയാൻ സാധിക്കും. അങ്ങനെ ക്ലീനപ്പ് ഫീച്ചർ നമുക്കിതിൽ ഉപയോഗിക്കാൻ സാധിക്കും. ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന iPhone 15 Proയിൽ നമുക്ക് സപ്പോർട്ടഡ് ആണ്. ബാക്കിയുള്ള iPhone 16 സീരീസിൽ ഇതെല്ലാം സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോസ് ആപ്പിനകത്തുള്ള ലൈബ്രറി വ്യൂവിലും അതിനകത്തുള്ള ഫോട്ടോസിനകത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ ഓപ്ഷൻസും സെറ്റിങ്സും. ഇനി ഇതിൻ്റെ ബാക്കി 40%-ലുള്ള അഡീഷണൽ ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും താഴെ തന്നെ കാണാം റീസെൻറ്റ് ഡേയ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ആദ്യം തന്നെ ഉള്ളത്. റീസെൻ്റ്ലി നിങ്ങൾ ചെയ്തിട്ടുള്ള ഡേറ്റ് അനുസരിച്ച് നമുക്ക് എളുപ്പം തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. രണ്ടാമതുള്ളത് പീപ്പിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ചില യൂസേഴ്സിൻ്റെ ഡിവൈസുകളിൽ പീപ്പിൾ ആൻഡ് പെറ്റ് എന്ന് കാണും. കാരണം അവർക്ക് പെറ്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് നിങ്ങളുടെ ഫോൺ ലൈബ്രറിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് പീപ്പിൾ ആൻഡ് പെറ്റ്സ് എന്നായിരിക്കും കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഏറ്റവും ടോപ്പിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു സജഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫോട്ടോ ലൈബ്രറിയിലുള്ള ആളുകളുടെ ഫോട്ടോസ് വെച്ചിട്ടായിരിക്കും ഈ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിപ്പം നിങ്ങൾക്ക് 1, 2, 3 അതിലധികമോ ആളുകളെ വെച്ചിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പേഴ്സണുമായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ സാധിക്കും. ഒന്ന്, ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് അതിലേക്ക് പേരും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. എഡിറ്റ് ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഈ ഒരു പേഴ്സൻ്റെ പേര് നിങ്ങൾക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആളുമായിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് വളരെ എളുപ്പം ആക്സസ് ചെയ്യാൻ സാധിക്കും. പീപ്പിൾ ആൻഡ് പെറ്റ്സ് ഓപ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മെമ്മറീസ് ആണ്. മെമ്മറീസ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക്
നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഫീച്ചറിൻ്റെ സഹായത്തോടാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്വിമ്മിംഗ് ഇൻ കുമരകം, പല സജഷൻസ് നമുക്ക് സെർച്ച് പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ട്രിപ്പ് ടു ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഞാനൊരു എൻ്റർ ചെയ്തു. അപ്പോൾ ഫോട്ടോസ് അത് അനലൈസ് ചെയ്യും. ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ബേസിൽ ഫോട്ടോസ് അനലൈസ് ചെയ്യും. എന്നിട്ട് അത് വെച്ചിട്ടായിരിക്കും ഈ ഒരു മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓൾറെഡി ഇവിടെ സജഷനായിട്ട് കുറച്ച് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും. പിന്നുള്ളത് മീഡിയ ടൈപ്സ്, യൂട്ടിലിറ്റീസ്, ആൽബംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നതാണ് iOS 18 എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം. കാരണം നമുക്ക് ഇതുപോലെ സ്കാറ്റർ ആയിട്ടാണ് നമുക്ക് പണ്ടത്തെ പോലെ വളരെ എളുപ്പം ഓരോ ഓപ്ഷൻസും അല്ലെങ്കിൽ ആൽബം അല്ലെങ്കിൽ ഹിഡൻ ഫോട്ടോസ്, ഫേവറേറ്റ്സ് ഇതൊന്നും ആക്സസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ. അപ്പോൾ മൊത്തത്തിൽ ഇത് കുഴഞ്ഞു മുറഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് റീസെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനാണ് ഏറ്റവും താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പം കസ്റ്റമൈസ് ആൻഡ് റീ ഓർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റീസെൻറ്റ് ഡേയ്സ്, പീപ്പിൾ, ഇങ്ങനെ പറയുന്ന എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇവിടെ പിൻ ചെയ്തൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ പീപ്പിൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡീസെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം എനിക്ക് യൂട്ടിലിറ്റീസ് ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ നമുക്ക് ഓർഡർ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം മീഡിയ ടൈപ്പ്, ഇതെല്ലാം എനിക്ക് ഓർഡറുകൾ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ റീഅറേഞ്ച് ചെയ്തൊക്കെ കാണാൻ സാധിക്കും. ഇപ്പം റീസെൻറ്റ് ഡേയ്സിൻ്റെ തൊട്ട് താഴെയായിട്ട് യൂട്ടിലിറ്റീസ് ആണുള്ളത്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മീഡിയ ടൈപ്പാണ്. അതിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പിലുള്ള മീഡിയാസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സ്പെഷ്യൽ, അതുപോലെ ആനിമേറ്റഡ്, സിനിമ, പോർട്രേറ്റ്, നമ്മളെടുത്തേക്കുന്ന സ്ക്രീൻഷോട്ട്, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ സാധിക്കും. യൂട്ടിലിറ്റീസ് ഓപ്ഷനിൽ പോയാൽ നേരത്തെ ഉള്ളതിനേക്കാൾ കുറേ അധികം ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഹിഡനും റീസെൻ്റ്ലി ഡിലീറ്റഡ്, ഡ്യൂപ്ലിക്കേറ്റഡിൽ നിന്ന് ഉപരി നിങ്ങൾക്ക് വേണം മാപ്പ് ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ഇമ്പോർട്ട് ചെയ്തേക്കുന്ന ഫോട്ടോസ് നമുക്ക് ഒരു സ്പേസിൽ കാണാൻ സാധിക്കും. QR കോഡുകൾ, എവിടെയൊക്കെ QR കോഡിൽ ഫോട്ടോസ് വന്നിട്ടുണ്ടോ അതെല്ലാം നമുക്കിവിടെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ ഇലിസ്ട്രേഷൻസ്, ഹാൻഡ് റൈറ്റിങ്, അത് വെച്ചിട്ടുള്ള ഫോട്ടോസ് എല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഫോട്ടോസ് ആപ്പിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാനും അതിൻ്റെ ഫുൾ അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Until then, peace.